രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമതൊരു പീഡന പരാതി കൂടി യുവതി നൽകിയിരുന്നു. 23-കാരി. അതിലിപ്പോൾ FIR ഇട്ടിരിക്കുകയാണ് പോലീസ്. FIRന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുകയാണ്. രാഹുൽ യുവതിയെ പീഡിപ്പിച്ചത് വിവാഹ വാഗ്ദാനം ചെയ്താണ് എന്നാണ് FIRൽ പറയുന്നത്. ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് യുവതിയെ രാഹുൽ വിളിച്ചു വരുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ FIRൽ പറയുന്നുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കുമുറുകുന്നു. വിവാഹ വാഗ്ദാനം നൽകി തന്നെയാണ് പീഡനമുണ്ടായിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ കൂടിയാണ് ഈ FIRൽ നിന്ന് വ്യക്തമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ FIRലുള്ളത്. 2023 ഈ യുവതിയുമായി രാഹുൽ പരിചയപ്പെടുന്നത്. പിന്നീട് രാഹുൽ ഈ യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ ബംഗളൂരുവിലായിരുന്ന യുവതിയെ നാട്ടിലേക്ക് വരുന്ന വഴി ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഫെനി നൈനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് തന്നെയാണ് ഇവരെ ഒരു കാറിൽ ഈ സ്ഥലത്ത് എത്തിച്ചെന്നുള്ള കാര്യവും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഈ FIRൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ഈ FIRന്റെ കുറച്ച് വിവരങ്ങൾ നൽകിയിരുന്നതാണ്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ഫെന്നി നൈനാനെ ഇതുവരെയും കേസിൽ പ്രതിയേർത്തിട്ടില്ല. ഇയാളുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും പ്രതിയേർക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യുക. എന്തായാലും ഈ ഇത്തരത്തിൽ ഒരു പീഡനം നടന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ അതിന്റെ പ്രാഥമിക പരിശോധന അന്വേഷണ സംഘം നടത്തും, പോലീസ് നടത്തും. അങ്ങനെ ഇന്നലെ പരിശോധന നടത്തി. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള തെളിവുകളുണ്ടെന്ന് SITക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാമത്തെ പരാതിയിൽ 23 വയസ്സുകാരിയായ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ യുവതിയെ അന്വേഷണ സംഘം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇവരെ മൊഴി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്യും. രാഹുലിനെതിരെയും കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ഈ യുവതിയുടെ മൊഴി ലഭിച്ചതിന് ശേഷമാവും. കാരണം ആ മൊഴി ലഭിക്കുമ്പോഴാണ് ഏതെല്ലാം വകുപ്പുകൾ കൂടി ആഡ് ചെയ്യാൻ സാധിക്കുമെന്ന ഒരു കാര്യത്തിലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയും ചെയ്യാം. എന്തായാലും ഫെനിയെ ഇതുവരെയും പ്രതികർത്തിട്ടില്ല. ഫെനിയുടെ പങ്ക് സംബന്ധിച്ച് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KPCCക്ക് നൽകിയിരിക്കുന്ന പരാതിയിലാണ്. ഈ യുവതി KPCC പ്രസിഡന്റിനാണ് ആദ്യം ഈ ഇമെയിൽ സന്ദേശം അയക്കുന്ന പരാതി അയക്കുന്നത്. പിന്നീട് KPCC പ്രസിഡന്റാണ് ഇവിടെ നിന്ന് ഈ മെയിൽ ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറുന്നത്. സംസ്ഥാന പോലീസ് മേധാവി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പീഡന പരാതിയിലെ FIR വിവരങ്ങളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത്. അതിന്റെ വിശദാംശങ്ങളാണ് സിജോ പങ്കുവച്ചത്.